നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ അനുഗ്രഹിക്കണം. അത് ഇതെന്റെ അമ്മ സരോജിനി. ഹലോ, നമസ്കാരം. ഗ്ലാഡ് ടു മീറ്റ് യു. സെയിം ടു യു ഡിയർ. ഇത്രയും ചുറുചുറുക്കുള്ള ഒരമ്മ നിങ്ങളോടൊപ്പം ഉള്ളത് ഒരു അനുഗ്രഹം തന്നെയാ. മോള് ചന്ദ്രികയുടെ കോളേജിലെ കൂട്ടുകാരിയല്ലേ? അതെ അമ്മേ. പഴയ കൂട്ടുകാരിയെ കണ്ടപ്പോ മാധവനും ചന്ദ്രികയ്ക്കും ഒക്കെ ഒരു ജീവനും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മൂത്ത മകൾ വസന്ത. അത് ഞങ്ങളുടെ വളർത്ത മകനാണ് വിനു. നമസ്കാരം. ഇത് ഇളയ മോള് വർഷ. വർഷയുടെ ഭർത്താവ് വിക്രം. ഹായ്. ഹായ്. വിക്രം ഗ്രൂപ്പ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ MD അല്ലേ? അതെ, എന്നെ അറിയോ? വി ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഉടമയെ ആരെ അറിയാത്തത്? താങ്ക് യു. വാ മോളെ വാ. ഇതാണ് വന്ദനെ ദിയമോളും. എന്റെ രണ്ടാമത്തെ മകളാ വന്ദന. വന്ദന ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. എന്നെ കുറിച്ചോ? എങ്ങനെ? ആര് പറഞ്ഞു? അതൊക്കെ എനിക്കറിയാം. മോളെ, ഇത് അമ്മയുടെ കൂട്ടുകാരിയാ, ഊർമിള. അമ്മയുടെ അച്ഛന്റെയും കല്യാണം നടത്തി തന്ന കൂട്ടുകാരി. എന്നെ അനുഗ്രഹിക്കണം. അത് എന്താ ജഗൻ ആവശ്യമില്ലാത്തടത്ത് കേറി വന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന? ഒരു മാനസ് കീപ്പ് ചെയ്യണ്ടേ? അല്ല, ഊർമിളമ്മ എന്റെ അമ്മയ്ക്ക് തുല്യ. വന്ദനയ്ക്ക് അവരുടെ പാദം തൊട്ട് വന്ദിക്കാമെങ്കിൽ എനിക്കും അതായിക്കൂടെ? അതെ, നിങ്ങൾ രണ്ടുപേരെ അനുഗ്രഹിച്ചു കഴിഞ്ഞിട്ട് നേരം കുറെ ആയി. എണീക്ക്. സോറി അമ്മേ. എന്റെ സോറിയുടെ വരവ് വെച്ചേക്കണേ. വരവ് വെച്ച് കഴിഞ്ഞടാ കള്ള. ജഗനൊന്ന് വന്നേ. ഞാനിപ്പോ വരാം അമ്മേ. ചന്ദ്രിക, മാധവേട്ട, ഇവര് നല്ല ചേർച്ചയുണ്ട്. മാത്രല്ല
ഇവർക്ക് മാനസികമായ ഒരു അടുപ്പമുള്ളതായി എനിക്കൊരു ഫീൽ ഉണ്ടായി. അതുകൊണ്ട് ചോദിച്ചതാ. ആ, എന്താ മാധവട്ടനൊന്നും പറയാത്തെ? അല്ല, അങ്ങനൊരു കൂടിച്ചേരൽ ഞങ്ങൾക്കും ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങൾ ആ കണ്ണുകൊണ്ട് ജഗനെ ഇതുവരെ കണ്ടിട്ടില്ല. ജഗൻ ഞങ്ങൾക്ക് മകനെ പോലെയാ. ആ അങ്ങനെ കാണുന്നതാ ആരോഗ്യത്തിന് നല്ലത്. MLA കരുണാകരക്കുറുപ്പിന്റെ മകനാ ജഗൻ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചാലേ അത് അവസാനം തീക്കളിയാവും. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നടന്നിട്ടുണ്ട് മാധവ. ഈ സ്ഥലത്തിന്റെ ആധാരം കൂടി വെച്ച് പൂജ നടത്തിയാൽ അത് വളരെ ഉത്തമമായിരിക്കും. ശിലാപൂജ കഴിയാൻ ഇനി കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. അപ്പോഴേക്കും നിങ്ങൾ ആധാരം എത്തിച്ചാൽ മതി. ആ, ആയിക്കോട്ടെ. അതെന്തിനാ ആധാരം വെച്ച് പൂജിക്കുന്നേ? അതൊക്കെ പതിവുള്ള കാര്യമൊന്നും അല്ലല്ലോ. തൽക്കാലം ഇതൊക്കെ വെച്ചങ്ങ് പൂജിച്ചാൽ മതി. മനോജെ, ശാസ്ത്രവിധി പ്രകാരമുള്ള കാര്യങ്ങളാണ് പൂജാരി പറഞ്ഞത്. യാതൊരു വിഘ്നവും കൂടാതെ ഒരു വീട് പണിതുയർത്തുന്ന കാര്യം. ആധാര പൂജ കൂടെ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ദേ അച്ഛമ്മേ, നീ എന്തിനാ തർക്കിക്കാൻ നിൽക്കുന്നത്? ആധാരം വീട്ടിൽ അച്ഛന്റെ പക്കലുണ്ടല്ലോ. അത് എടുത്തുകൊണ്ട് വരാൻ സമയമുണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? ആ, ഈ സ്ഥലത്തിന്റെ അവകാശത്തെ ചൊല്ലി ചില തർക്കങ്ങളൊക്കെ ഉള്ളതാ. ശത്രുക്കളൊക്കെ കറങ്ങി നടക്കുക. അതുകൊണ്ട് ആധാരം കൊണ്ടുവരുന്നതുവരെയുള്ള കാര്യങ്ങളൊക്കെ നീട്ടണോ? ശാസ്ത്രവിധി പ്രകാരമുള്ള പൂജകളെല്ലാം കൃത്യമായിട്ട് നടന്നിരിക്കണം. എങ്കില് ഞാൻ വീട്ടിൽ പോയി ആധാരം എടുത്തുകൊണ്ട് ഉടനെ വരാം. ആ മോളെ, എന്റെ മുറിയിലെ ഷെൽഫില് മുകളിലിരിപ്പുണ്ട്. ആ മോള് പെട്ടെന്ന് പോയി എടുത്തിട്ട് വാ. ശരി അച്ഛാ. മോള് പൊയ്ക്ക്. ഈശ്വര. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.